ഹലോ കൂട്ടുകാരെ, ഇത്ര മനോഹരമായ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ജെറേനിയം പൂക്കൾ. പല കളർ റോസപ്പൂക്കൾ, പല കളർ ജെറേനിയം പൂക്കൾ, ഇങ്ങനെ എല്ലാം കാണാം. നോക്ക, കണ്ണഞ്ചിക്കുന്ന കളർ ജെറേനിയം. ഇതുപോലെ കളറുള്ള പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റോസപ്പൂക്കൾ പല സൈസാണ്. വെള്ള, റോസ്, ഇത് ജെറേനിയം, രണ്ട് കളർ കണ്ടോ? വേറെ കളറൊക്കെ ഉണ്ട്, കാണിക്കാവേ. നല്ല ഭംഗിയാണ് കൂട്ടുകാരെ. ഇത് റെസഡ് റോസ, അദീനിയം കണ്ടോ, പല കളർ. ഈ ജെറേനിയം നോക്കുക, എത്ര ഭംഗിയാണ്, കണ്ണഞ്ചിക്കുന്ന കളറല്ലേ. ഇത് വഴിയരിയിൽ നിന്നാണ്, നടക്കാൻ പോയപ്പോൾ കണ്ടാണ്. പല കളർ ജെറേനിയം ഉണ്ട്, നല്ല രസം. ഈ ചുവപ്പ് കളറല്ലേ. ഇത് വേറൊരു കളർ ജെറേനിയം. റോസപ്പൂക്കെ കാണാൻ നല്ല രസമാണ്, കൊലകൊലയായി വെള്ള റോസപ്പൂ. അത് ഈ വീഡിയോ കാണിക്കുന്നുണ്ടേ. ഇതുണ്ട്, അതിന് എന്നെ രസം കാണല്ലേ. ഡെസേർട്ട് റോസ. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ, ഇന്നലെ ഇന്നും നാളെ എന്നുള്ള പൂവ് കണ്ടോ, രസമാണ്. ഇതും റോഡ് സൈഡിൽ നിന്നാണ്. എത്ര രസം കാണല്ലേ, നല്ല പൂക്കൾ. വയലറ്റ്, വെള്ള, ഇളം വയലറ്റ്. ഓസ്ട്രേലിയ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാം വഴി സൈഡിൽ കൂടെ ഇങ്ങനെ കാണാവേ, റോഡ് സൈഡ് നട്ടേക്കുന്നു. ഇതിൻ്റെ തണ്ട് വെള്ളത്തിൽ ഇട്ട് നട്ടാൽ മതി, കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ ഇറങ്ങുകയെ നടാം. ഓരോ കമ്പെത്താൻ എത്രയോ പൂവാന്ന് നോക്കി. നമ്മളൊക്കെ കേരളത്തിൽ നട്ടുപിടിപ്പിക്കും മുറ്റത്ത്. ഇത് നോക്കി വഴിയേരി നിൽക്കുന്നു. ഇതിവിടെ നേഴ്സറി പോയപ്പം കണ്ടോ, ജെറേനിയം കണ്ടോ, വേറെ കളർ. ഇത് മഞ്ഞ കളർ. ചുവപ്പ് കളർ ജെറേനിയം. ഈ ഇത് നോക്കി, നല്ല ഭംഗിയല്ലേ. അങ്ങനെ പല പല കളർ ജെറേനിയം കണ്ടോ. ഇത് ബാൾസം, നമ്മുടെ കേരളത്തിലുള്ള കട്ട് തന്നെ. നല്ല വെയിലത്ത് വെക്കണം ഇത്. പെറ്റൂണിയ കണ്ടോ, നല്ല ഭംഗിയല്ലേ, പല കളർ പെറ്റൂണിയ. ഇതൊരു ചെറിയ റോസപ്പൂ ഉണ്ടാകുന്നു കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇത് വെട്ടി നിർത്തിയേക്കുന്ന കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ലേ, വെട്ടി നിർത്തിയപ്പോൾ നല്ല ഭംഗി. ഓരോ ചെടി അതിൻ്റേതായ ഭംഗിക്ക് വെട്ടി നിർത്തണം. ഇത് ആമ്പൽക്കുളം കണ്ടോ, ബാൾസം കണ്ട് എങ്ങനെ തൂക്കിയേക്കുന്നത്. ഇത് വിങ്കാറോസ്. വിങ്കാറോസ് ഭംഗിയുണ്ടല്ലേ, പല കളർ വിങ്കാറോസ്. ആദോ ഹവായെന്ന് നമ്മൾ പറയാലേ, ഇപ്പോൾ വിങ്കാറോസ് എന്ന് പറയാം എല്ലാവരും. ഇത് ജറബറ കണ്ടോ, പല കളർ ജറബറ ചെടി. നല്ല പൂക്കൾ, സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ.
ഒക്കെ ഭയങ്കര വിലയൊക്കെ ഉണ്ടാവുക. $10 എന്ന് പറഞ്ഞു. $1 സമം 50 രൂപ. അപ്പോൾ $10 500 രൂപ ഉണ്ടോ. $10 കണ്ടോ. ഈ പൂ കണ്ട എന്നാ രസം എന്നൊക്കെ. ഇതൊരു കടലോരത്ത് നിൽക്കുന്നതുണ്ട. കടലിൻ്റെ അരിയിലെല്ലാം അവർ ഇങ്ങനെ നട്ടുപിടിപ്പിക്കും. കടൽ തീരത്തെല്ലാം. കടൽ തീരത്ത് ബോട്ട് കണ്ടപ്പോൾ ആദ്യം അവിടെ നിന്നാണ്. ഇതും കടൽ തീരത്ത് ഒരു വീടിന് മുറ്റത്ത്. എത്ര ഭംഗിയായി കടലാസ് റോസാണല്ലേ. ജറബറ പല കളർ. പെറ്റൂണിയ കണ്ട നല്ല രസമല്ലേ. അരികെ ഷെയ്ഡുള്ളത് നല്ല രസം. ഇവിടെ ഡെസേർട്ട് റോസ് എല്ലാം റോഡ് സൈഡിൽ കിടക്കണം. അതിനി ഇവിടുത്തെ ബോട്ടണിക് ഗാർഡൻ കണ്ടതെന്തേ. ബോട്ടണിക് ഗാർഡൻ ഓസ്ട്രേലിയ. അവിടെ കണ്ടാണിത്. കണ്ടോ അതിൻ്റെ കണ്ടോ. ഇതിൻ്റെ വിത്ത് കണ്ടോ പൊട്ടാറായി നിൽക്കുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മൂത്ത് പൊട്ടും. ഇത് രസമാണ് കാണാല്ലേ. ഇതിൻ്റെ കമ്പ് നട്ടും മുളപ്പിക്കാൻ കൂട്ടുകാരൻ. ഞാൻ കമ്പ് നട്ടും വിത്ത് നട്ടും ഒക്കെ ഇവിടെ മുളപ്പിച്ചിട്ടുണ്ട്. എറിക്കുമുത്തിന് വലിയ സന്തോഷമായി പൂ കണ്ടപ്പോൾ. ഇത് വീട്ടിൽ ഞാൻ കമ്പൊടിച്ചുകൊണ്ട് നട്ടേക്കുന്ന അടുത്ത വീട്ടിലെ ഒരാളോട് മേടിച്ചാണേ. എന്നിട്ട് നട്ട് പിടിപ്പിച്ചു. ഇത് വേറൊരു കളർ കണ്ടോ. കമ്പ് നടാൻ കൊണ്ടുവന്നാണേ. അത് നട്ടു പിടിച്ചിട്ടുണ്ട്. ഇവിടെ അതിനോ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഡെസേർട്ട് റോസ എന്ന് പറഞ്ഞാലേ അവർക്കറിയത്തുള്ളൂ ഓസ്ട്രേലിയയിലെ. ഇവിടെ കോഡക്സ് തീരെ കുറവ്. കമ്പ് ഇങ്ങനെ കാണുക. കോഡക്സ് ഇല്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. വിത്ത് നട്ടാലാണ് കോഡക്സ് ഉണ്ടാകുന്നത്. ഞാൻ ഇവിടെ വിത്ത് നട്ടപ്പോൾ കോഡക്സ് ഉണ്ടായി. അടി വീർത്ത് വരുന്നേ. അതുകൊണ്ട് കോഡക്സ് ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കടലാസ് റോസ് ഉണ്ട്. അതിൻ്റെ മുമ്പ് ഇന്ന് മോളും കൊച്ചൂടെ ഫോട്ടോ എടുത്തു. എറിക്കും മോനും കൊച്ചൂടെ മോളൂടെ. ജറബറ അല്ല ജെറേനിയം നല്ല രസം കാണാമല്ലേ. ജെറേനിയം ജറബറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ. ഉണ്ടോ നല്ല പട്ട് പോലത്തെ കളർ. അവർ റോഡ് സൈഡ് വെറുതെ നടക്കുക. ഉണ്ടോ റോസപ്പൂ കാണാൻ നല്ല രസമല്ലേ. ഇത് നല്ല വെയിലുള്ളിടത്ത് നിൽക്കണം. ഇത് പൂ കഴിഞ്ഞ് കമ്പ് വെട്ടി നിർത്തണം. അപ്പോൾ ഞാൻ വെള്ള റോസ് നട്ട് നല്ലപോലെ കമ്പ് വെട്ടി പിന്നെയും പൂ കൊണ്ടത് കാണിക്കാവേ. ഉണ്ടോ വെള്ള റോസ്. അത് പൂ കൊഴിഞ്ഞ് കഴിയുമ്പോഴേ അവിടെ കട്ട് ചെയ്തിട്ട് പ്രൂണിങ് ചെയ്ത് നിർത്തണം. അപ്പോൾ വേറെ നല്ല തളിരില വന്ന് കമ്പ് വന്ന് വേറെ പൂവ് മൊട്ടുന്ന ധാരാളം ഉണ്ടാവും. അങ്ങനെ നിർത്തുകയാണിത്. കണ്ടോ നല്ല ഭംഗിയിലാണ്.
ഒരു വീട്ടിൽ ഇതുപോലെ 2-3 റോസ മതി. നമുക്ക് വളി റോസ് കയറ്റി വിട്ട് വേലിയ ഇലയൊക്കെ കയറ്റി വിട്ട് നല്ല നിറയെ പൂവുണ്ടാവും. വെയിൽ വേണമെന്ന് മാത്രം. ഞാൻ ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്ക്, പൂവില്ലാത്ത ചെടിയാണേലും നല്ല ഭംഗിക്ക് വെട്ടി നിർത്തിയപ്പോൾ എന്നാ ഭംഗിയാന്ന് നോക്ക്. പൂച്ചെടി കണ്ടോ? എന്ത് ചെടിയാണേലും ചുവന്നേരെ നോക്കിയെങ്കിൽ അത്രയും നല്ല ഭംഗിയാവും അല്ലേ? നല്ല വെട്ടി നിർത്തി കട്ട് ചെയ്ത് കണ്ടോ? വിഷം വെച്ച് കട്ട് ചെയ്ത്. ഇതാണ് എൻ്റെ ആദ്യത്തെ അദീനിയം പൂ. അദീനിയം നട്ടുപിടിപ്പിച്ചു. ഒക്കെ വെള്ള റോസ് നല്ല രസമല്ലേ? നല്ല വെണ്മയല്ലേ കൂട്ടുകാരെ? കൊലകൊലയെ ഉണ്ടായി കിടക്കുന്ന കണ്ടോ? നല്ല പച്ചയിലെ വെള്ളപ്പൂക്കൾ കണ്ടോ? കാണുമ്പം തന്നെ സന്തോഷമില്ല കൂട്ടുകാരെ? സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴേ ഇതെല്ലാം കണ്ടിച്ച് കളഞ്ഞാണ്. അപ്പം പുതിയ തളിര് വരും, മുട്ട് വരും. കണ്ടോ? ഒരു പൂടുണ്ട് വിരിയാൻ. അത് കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടിച്ച് കളയും. നല്ല രസമല്ലേ കാണാൻ കൊലകൊലയായി കിടക്കുന്നു. താങ്ക് യു കൂട്ടുകാരെ. താങ്ക് യു സോ മച്ച്.